നമസ്കാരം, ഞാൻ ഡോക്ടർ അമൽ ദേവ്, KM ചെറിയാൻ ഹോസ്പിറ്റൽ എൻഡോക്രൈനോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഈ വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള മെഡിസിൻസിനെ കുറിച്ച് ഇപ്പം ധാരാളമായി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മെഡിസിൻസിനെ കുറിച്ച് അറിയുന്നതിനായി വളരെയധികം രോഗികൾ OP-യിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ മെഡിസിൻസിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 2 മെഡിസിൻസാണ് നമുക്കിന്ന് വെയിറ്റ് ലോസ് മെഡിസിൻസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന മെഡിസിനും 2 ടിർസപ്പെറ്റൈഡ് എന്ന് പറയുന്ന മെഡിസിനും. അപ്പം എന്താണ് ഈ മെഡിസിൻ? അപ്പോൾ ഈ മെഡിസിനിൽ നമ്മൾ പുതുതായിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിലുള്ള GLP-1 അല്ലെങ്കിൽ GIP എന്ന് പറയുന്ന 2 ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസിൻ്റെ ആക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ മെഡിസിൻസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ മെഡിസിൻ എന്ന് പറയുന്നത് ഒരു GLP-1 റിസപ്റ്റർ അഗണിസ്റ്റ് അല്ലെങ്കിൽ ഒരു GLP-1 GIP റിസപ്റ്റർ അഗണിസ്റ്റാണ്. സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭക്ഷണം വയറ്റിലെത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വയറ്റിൽ ഗ്ലൂക്കോസായിട്ട് മാറുന്നു. അങ്ങനെ ഗ്ലൂക്കോസ് കുടലിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ കുടലിൽ നിന്ന് 2 ഹോർമോൺസ് ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ഈ GLP-1 എന്ന് പറയുന്ന ഹോർമോണും 2 GIP എന്ന് പറയുന്ന ഹോർമോണും. അപ്പോൾ നമ്മുടെ വയറ്റിൽ ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കാര്യം സംഭവിക്കണം. ഒന്ന്, ഇൻസുലിൻ ഉണ്ടാക്കി തുടങ്ങണം. 2, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കുറയ്ക്കണം. കാരണം ഓൾറെഡി ഭക്ഷണം എത്തിക്കഴിഞ്ഞു. അപ്പം ഈ GIP അല്ലെങ്കിൽ GLP എന്ന് പറയുന്ന ഹോർമോൺ കുടലിൽ നിന്ന് വന്നിട്ട് അത് പാൻക്രിയാസിൽ പോയിട്ട് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള പ്രക്രിയ തുടങ്ങുന്നു. അതേപോലെ തന്നെ ഇത് ബ്രെയിനിൽ ചെന്നിട്ട് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ട് നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നു. അതായത് ഭക്ഷണം കഴിച്ചു, വയറ് നിറഞ്ഞു, ഇനി കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരു ആക്ഷനും കൂടെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരു ഹോർമോൺ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഈ ഹോർമോണിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, അത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാം. 2, അത് വിശപ്പ് കുറയ്ക്കുന്നതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നമുക്കതിൻ്റെ ഒരു പ്രവർത്തനം മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു സംശയം വന്ന് കാണും, ഈ ഹോർമോൺ വന്നിട്ട് പാൻക്രിയാസിൽ പോയി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് എല്ലാവർക്കും ഇതെടുക്കുമ്പോൾ ഷുഗർ താഴ്ന്നു പോകുമോ എന്നുള്ള കാര്യം. അപ്പോൾ സാധാരണ ഈ മരുന്ന് എടുക്കുമ്പോഴത്തേക്കും ഇൻസുലിൻ വന്നിട്ട് ഷുഗർ താഴ്ന്നു പോകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻസുലിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുന്ന സമയത്ത് മാത്രമേ ഇതിന് ഇൻസുലിൻ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഡയബറ്റീസ് ഇല്ലെങ്കിൽ ഞാൻ ഈ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് വിശപ്പ് കുറയ്ക്കുന്ന ആക്ഷൻ ഉണ്ടാവും, പക്ഷേ ഈ ഷുഗർ കുറയ്ക്കുന്ന ആക്ഷൻ ഉണ്ടാവത്തില്ല. മറിച്ച് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഇത് എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് വിശപ്പ് കുറയ്ക്കുന്ന ആക്ഷനും ഇൻസുലിൻ ഉണ്ടാക്കുന്ന ആക്ഷനും 2 ഉണ്ടാവും. ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഈ വിശപ്പ് കുറയ്ക്കുന്ന ആക്ഷൻ കൂടാതെ നമ്മുടെ ആമാശയത്തിൽ നിന്നും ഭക്ഷണം കുടലിലോട്ട് മൂവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് വയറ് നിറഞ്ഞു എന്നുള്ള ഫീലിംഗ് കിട്ടുന്നു. ഒരു പോർഷൻ കൺട്രോൾ, ഫുഡിൻ്റെ നിയന്ത്രണം എന്നുള്ള കാര്യവും ഈ മരുന്നിൻ്റെ അകത്ത് തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ മരുന്ന് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ഇത് എടുക്കാൻ സാധിക്കുന്നത്? അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സാധാരണ നമ്മൾ BMI എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ് വെയിറ്റിന് വേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ BMI ഒരു 30-ന് മുകളിലുള്ളവരാണ് സാധാരണ വെയിറ്റ് ലോസിന് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ BMI ഒരു 27-ന് മേളിൽ നമുക്ക് ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ BMI 27 അല്ലെങ്കിൽ 30 എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ കട്ട് ഓഫാണ്. നമ്മുടെ ഏഷ്യൻ പോപ്പുലേഷനിലോട്ട് വരുമ്പോൾ വേണമെങ്കിൽ 27 ഉള്ള എല്ലാവർക്കും അല്ലെങ്കിൽ 25 വിത്ത് കോംപ്ലിക്കേഷൻ ഉള്ളവർക്കും ഈ മരുന്ന് എടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ ഈ മരുന്ന് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആർക്കൊക്കെ എടുക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം വരുമ്പോൾ, നേരത്തെ പാൻക്രിയാസിന് നീര് വന്നിട്ടുള്ള ആളുകൾ, പാൻക്രിയാറ്റൈറ്റിസ് എന്ന പ്രോബ്ലം ഉള്ളവർക്ക് ഇതെടുക്കാൻ സാധിക്കത്തില്ല. മെഡുലറി തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറയുന്ന ക്യാൻസർ വന്നിട്ടുള്ള രോഗികൾക്ക് ഇതെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ തൈറോയ്ഡ് ക്യാൻസറും അല്ല, മെഡുലറി തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറയുന്ന വളരെ റെയർ ആയിട്ടുള്ളൊരു ക്യാൻസർ ഉള്ളവർക്ക് മാത്രമാണ് എടുക്കാൻ സാധിക്കാത്തത്. അല്ലാതെ സാധാരണ തൈറോയ്ഡ് അസുഖമുള്ളവർക്ക്, അതായത് ഹോർമോൺ കുറവ് കൂടുതൽ ഉള്ളവർക്ക് ഇതെടുക്കുന്നതിന് തടസ്സമില്ല. പിന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ളപ്പോൾ ഇതെടുക്കുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. പിന്നെ ഗ്യാസ്ട്രോപാരസിസ്, കുടലിൻ്റെ മൂവ്മെൻറ്റിന് പ്രശ്നമുള്ള ആളുകൾ, ഗോൾ ബ്ലാഡറിൽ സ്റ്റോണൊക്കെ ഉള്ള ആളുകൾ ഇതെടുക്കുമ്പോൾ കെയർഫുള്ളായിട്ട് എടുക്കണം. പക്ഷേ ഇത് നമ്മളൊരു കോഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും സൈഡ് എഫക്റ്റ് ഇങ്ങനെയല്ല. സൈഡ് എഫക്റ്റ് നമ്മൾ സാധാരണ കൊടുക്കുമ്പോൾ കൂടുതൽ ആൾക്കാരും മരുന്ന് നന്നായിട്ട് ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. സൈഡ് എഫക്റ്റ് കുറവാണ്. എങ്കിൽ തന്നെ വയറ്റിലെ കുടലിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ സ്ലോ ആക്കുന്ന ഒരു മരുന്നായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് വയറ് നിറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന മരുന്നായതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കുമ്പോൾ ഓക്കാനം, ഛർദിൽ അല്ലെങ്കിൽ ലൂസ് മോഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കോമൺ ആയിട്ട് സൈഡ് എഫക്റ്റായിട്ട് കാണുന്നത്. പക്ഷേ ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി എപ്പോഴും മെഡിസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ സാധാരണമായി അമിതമായിട്ടുള്ള ഭക്ഷണം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഭക്ഷണ നിയന്ത്രണം അതിനോടൊപ്പം തന്നെ വ്യായാമം കൂട്ടുന്നത് വഴി തന്നെ നമുക്ക് വെയിറ്റ് ലോസ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വെയിറ്റ് ലോസിൻ്റെ ഒരു ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ മരുന്നിനെ കാണേണ്ടതില്ല. പക്ഷേ ചില ആളുകൾക്ക് ഇപ്പോൾ എക്സസൈസ് ചെയ്യാൻ സാധിക്കാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ വിശപ്പ് നിയന്ത്രിക്കാൻ പല കാരണം കൊണ്ട് സാധിക്കാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട വെയിറ്റ് ലോസ് വളരെ കൂടുതലാണ്. നമുക്ക് വേണ്ടത് ഒരു 10-15 കിലോ വെയിറ്റ് ലോസാണ്. പക്ഷേ നമുക്ക് കൊണ്ടുവരാൻ
സാധിക്കുന്നത് 2-3 കിലോ വെയിറ്റ് ലോസാണ്. അങ്ങനെയുള്ളപ്പം ഇത് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഇത് കൂടാതെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും വെയിറ്റ് റിലേറ്റഡ് പ്രോബ്ലംസ്, അപ്പോൾ നമ്മൾ വെയിറ്റിനെ നമ്മളിപ്പോൾ ഒരു എൻഡോക്രൈനോളജിയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോഴേക്കും നമ്മൾ വെയിറ്റിനെ ഒരു അസുഖമായിട്ടാണ് കാണുന്നത്. അപ്പോൾ വെയിറ്റിനെ നമ്മളൊരു ക്രോണിക് ഡിസീസായിട്ടാണ് കാണുന്നത്, ഒബീസിറ്റി, അമിതവണ്ണം എന്നുള്ളത്. അതിനെ ഒരു അസുഖമായിട്ട് കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റ് പല അസുഖങ്ങൾക്കും കാരണമാകും. കാര്യം വെയിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡയബറ്റീസിൻ്റെ ടെൻഡൻസി, പ്രീ ഡയബറ്റീസിൻ്റെ ടെൻഡൻസി കൂടുന്നു. അതേപോലെ വെയിറ്റ് കുറച്ചാൽ ഡയബറ്റീസ് റിമിഷനിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ റിസ്ക് കൂട്ടുന്നു, പ്രഷറിൻ്റെ, BP, ഹൈപ്പർ ടെൻഷൻ്റെ റിസ്ക് കൂട്ടുന്നു. ഹൈപ്പർ ടെൻഷൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള റിസ്ക് ഫാക്ടറാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, ഉറക്കം നിന്ന് പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ അത് കാരണം അമിതമായ ക്ഷീണം, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുന്ന പ്രോബ്ലം, ഫാറ്റി ലിവർ, പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, അങ്ങനെ പല കാരണങ്ങൾ, പല മറ്റ് അസുഖങ്ങൾക്കും. ഇപ്പം നമുക്ക് മസ്കുലോസ്കെലിറ്റൽ എല്ലിൻ്റെ തേയ്മാനം, അമിതവണ്ണം കാരണം മുട്ടിൻ്റെ തേയ്മാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നടുവേദന, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പം നമുക്ക് പലപ്പോഴും എക്സസൈസ് സാധ്യമല്ല. ഇപ്പോൾ മുട്ടിന് വേദനയോ അല്ലെങ്കിൽ കാര്യമായ നടുവേദനയുള്ള ആളുകൾക്ക് റെസ്റ്റ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് അമിതമായി എക്സസൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടി ആദ്യം തന്നെ ഒരുപക്ഷെ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും നമ്മൾ ഡയറ്റ്, എക്സസൈസ് ചെയ്തതിന് ശേഷവും വെയിറ്റ് ലോസ് കിട്ടാതെ വരുന്ന അവസരത്തിൽ നമുക്ക് മെഡിസിൻ ട്രൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതിനൊരു മെഡിസിനായി കാണേണ്ടതില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ളൊരു മെക്കാനിസത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് അതുവഴി വെയിറ്റ് ലോസ് അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫാറ്റ് ലോസ് കൂടാതെ ചെറിയ അളവിൽ മസിൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കൂടുതലും ഫാറ്റ് ലോസ് ആണ് വരുന്നത്. അപ്പോൾ ഈ മെഡിസിൻ എടുക്കുന്ന സമയത്ത് മസിൽ ലോസ് വരാതിരിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ എക്സസൈസും പ്രോട്ടീൻ കൺസംഷനും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് മെഡിസിൻ എടുക്കുന്ന സമയത്ത് നമ്മളത് പ്രോപ്പറായിട്ടുള്ള മോണിറ്ററിങ്ങോട് കൂടി വേണം എടുക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ശകലം കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിസിനാണ്. അത് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അഫോർഡബിലിറ്റി അനുസരിച്ച് മാത്രം മെഡിസിനിലോട്ട് കടക്കുക. സാധാരണമായിട്ട് ഇങ്ങനെ ഒരു മെഡിസിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, ഇത് കിഡ്നിക്കോ ലിവറിനോ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടോ, കിഡ്നിക്ക് പ്രശ്നം വരുന്നോ, ഡയബറ്റീസിൻ്റെ മെഡിസിൻ എല്ലാവർക്കും കിഡ്നിക്ക് പ്രശ്നം വരുമെന്ന ആളുകൾക്കൊരു സംശയമുണ്ട്, ഹാർട്ടിന് പറ്റുന്നതാണോ. അപ്പോൾ ഈ മെഡിസിൻ്റെ നമ്മൾ ട്രയലിലൊക്കെ നോക്കിയപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹാർട്ടിനും കിഡ്നിക്ക് സേഫാണ് എന്നുള്ളതല്ല, പക്ഷേ ഹാർട്ടിനെയും കിഡ്നിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് എന്നാണ് കണ്ടത്. അതായത് ഈ മെഡിസിൻ കൊടുത്തപ്പോൾ നമ്മൾ ഈ ട്രയൽസൊക്കെ നടത്തിയപ്പോൾ ഹാർട്ടിൻ്റെ സ്ട്രോക്ക് വരുന്നതിൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിൽ സ്ട്രോക്ക് വരുന്നതിൻ്റെ ചാൻസ് കുറയുന്നതായിട്ടും പിന്നെ കിഡ്നിയുടെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും കണ്ടു. അതായത് കിഡ്നിയിൽ പ്രോട്ടീൻ ലീക്ക് ചെയ്യുന്നത് ഒരു 20%, 30% വരെ കുറയ്ക്കാനും കിഡ്നി ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടും, അതായത് ക്രിയാറ്റിൻ കൂടുന്നതിൻ്റെ റേറ്റ് കുറച്ച് നിർത്താനും സാധിക്കുന്നതായിട്ട് കണ്ടു. ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ പല രീതിയിലും നമ്മൾ നോക്കുമ്പോൾ ഇതിനൊരു ഡയബറ്റിക് കൺട്രോളിന് മേളിലായിട്ട്, വെയിറ്റ് ലോസ് എന്ന ബെനിഫിറ്റിന് മേളിലായിട്ട് ഹാർട്ടിനെയും കിഡ്നിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു ബെനിഫിറ്റും കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്.